ഈ അമേരിക്കയുടെ ഈ തീരുവ ചുമത്തൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എക്സ്പോർട്ടിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് മത്സ്യ എക്സ്പോർട്ടിംഗ് മേഖലയെ ബാധിച്ചിട്ടുള്ള വസ്തുതയാണ്. ഇതിനു മുമ്പ് തന്നെ മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്ന കേരളത്തിൻ്റെ സാധ്യത അത് പ്രൊജക്ട് ബേസ് ആയിട്ടുമുണ്ട്, അല്ലാതെയുണ്ട്. ഭാവി കേരളത്തിൻ്റെ സാധ്യതകളുടെ ഒരു ഭാഗത്ത് നിലവിലുള്ള കേരളത്തിൻ്റെ ഈ മേഖലയുടെ സ്ഥിതിഗതികൾ ഒരു ഭാഗത്ത്, ഇപ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന, എഗ്രി ചെയ്യാൻ കഴിയുന്ന പ്രപ്പോസൽസ് 2-3 തരത്തിലാണ് നമ്മളതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ചോദിച്ചതുപോലെ തന്നെ കുറച്ച് പ്രൊജക്റ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പിന്തുണയോടും അല്ലെങ്കിൽ അവർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സ് വഴിയോ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യോജിച്ചോ ഇന്ത്യയിലെ കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് വഴിയോ നടത്താൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. MOU പോലുള്ള കാര്യങ്ങൾ അവിടെ എത്രമാത്രം നടക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രശ്നം, വിദേശ മന്ത്രാലയത്തിൻ്റെ അനുവാദത്തോടുകൂടി നമുക്കൊരു പ്രോജക്റ്റിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണം. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച് ഭാവിയിൽ അവരുടെ അനുവാദം വാങ്ങി MOUയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ താൽക്കാലികമായി ചില ധാരണാപത്രം ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം ചർച്ചകളും ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള പ്രപ്പോസലുകൾ, പ്രൊജക്റ്റുകളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ MOUകളും അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകളോ ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടത്താൻ കഴിയും. ഇത് നമ്മൾ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അല്ല, അത് നമ്മൾ കണ്ടോണം. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലയോ എന്ന് ചോദിച്ചാൽ ആണ്. സാധ്യതകൾ മാക്സിമം നമ്മൾ കൊണ്ടുവരുന്നു, ഒപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ പ്രസന്റ് ചെയ്തു. രണ്ടുമുണ്ട്. ഭാവി സാധ്യതകൾ നമ്മൾ കാണിക്കും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകളും വെക്കും. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അത് ഇവിടെ MOU സൈൻ ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. പങ്കെടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രൊജക്റ്റുകൾ വേണമെങ്കിൽ MOUയിലേക്ക് പോകാം. എന്തായാലും നമുക്ക് വലിയ ദോഷം വരാത്ത രൂപത്തിൽ ഇത് പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് കേരളം ഈ കോൺഗ്രസിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വസ്തുതയാണ്. MOU ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങേക്ക് തോന്നുന്ന കാര്യം അങ്ങ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയാം. MOU എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായി നടക്കില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കണമെങ്കിൽ ഇപ്പോൾ ഒരു MOU സൈൻ ചെയ്യാൻ കഴിയില്ല. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റും. എന്നാൽ ധാരണാപത്രം ഒപ്പിടാം, ധാരണ ഉണ്ടാക്കാം. ആ ധാരണ ഉണ്ടാകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, അപ്പോൾ താല്പര്യപത്രം ആയി. താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകും. അതിൻ്റെ അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങണം. ആ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം തന്നാലല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും, MOU സൈൻ ചെയ്യാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം വാങ്ങി. അപ്പോൾ അവരതിനകത്തെല്ലാം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്, അവിടുത്തെ മന്ത്രിമാരും ഗവൺമെൻറ് സെക്രട്ടറിമാരും എല്ലാം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ വേഗം അത്തരം കാര്യങ്ങൾ അവരുടെ താല്പര്യപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ തുടങ്ങുകയല്ലേ. തുടങ്ങുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കാല് നീട്ടിയിരിക്കേണ്ട കാര്യമില്ല, കാല് മടക്കി വെക്കുക. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കുറേശ്ശെ നീട്ടി നമുക്ക് അവസാനം പൂർണ്ണാർത്ഥത്തിൽ കാല് നീട്ടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റയടിക്ക് കാല് നീട്ടിയിട്ട് നമ്മുടെ കാലിന് ചിലപ്പോൾ കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ചോദ്യമാണ് വന്നത്, അതുകൊണ്ട് അതുകൂടി അവസാനിച്ച് എല്ലാ പ്രശ്നം. ശരി, അപ്പോൾ 18-19 എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും എത്തണം. നല്ല തരത്തിൽ ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം. ഇവിടെ എല്ലാവരും നല്ല താല്പര്യത്തോട് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു
പ്രചരണവും ക്യാമ്പയിനും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുക.